അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഓപ്ഷൻസ്: അൽ ബഖറ, യാസീൻ, അൽ ഫാത്തിഹ. ചരിത്രം: അൽ ഫാത്തിഹ. 2. ഹ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഓപ്ഷൻസ്: യുഅദ്ദിഹി ഇലൈക, യർലഹു ലക്കും, വ ഇലൈഹി തുർജഊൻ. ചരിത്രം: ഒന്നാമത്തെ ഓപ്ഷൻ യുഅദ്ദിഹി ഇലൈക. 3. ചേർത്തി ഓതുമ്പോൾ നൂനിനെ അലിഫില്ലാതെ ഓതണം. ഓപ്ഷൻസ്: ജന്നാത്തിൻ തജ്രി, ഇന്നാ കുന്നാ, ലാകിന്ന ഹുവല്ലാഹ്. ചരിത്രം: മൂന്നാമത്തെ ഓപ്ഷൻ ലാകിന്ന ഹുവല്ലാഹ്. 4. ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതി. ഓപ്ഷൻസ്: അൻഅംത അലൈഹിം, നിഅമതല്ലാഹ്, നിഅമതല്ലാഹ്. ചരിത്രം: മൂന്നാമത്തെ ഓപ്ഷൻ നിഅമതല്ലാഹ്. 5. അറബിയിൽ പ്രസിദ്ധീകരണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ലിപി. ഓപ്ഷൻസ്: ഖത്തുൻ നസ്ഖ്, ഖത്തുൽ സുലുസ്, ഖത്തുൽ കൂഫി. ചരിത്രം: ഖത്തുൻ നസ്ഖ്. 6. ഇതിൽ നീട്ടി ഓതേണ്ടത്. ഓപ്ഷൻസ്: വിലഅളില്ലന്നഹും, വല ഉമന്നിയന്നഹും, വല ആമുറന്നഹും. ചരിത്രം: മൂന്നാമത്തെ ഓപ്ഷൻ വല ആമുറന്നഹും. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. അൽ ഹസ്ഫ്. 8. അസിയാദ. 9. ഉൻലുർ കൈഫ. 10. മജ്രേഹ വ മുർസാഹ. 11. അൽ ബദൽ. ഇപ്പുറത്ത് നോക്കൂ. എ. ഹംസത്തുൽ വസ്ലിന് ലൊമ്മ കൊടുത്ത് ഓതണം. ബി. റായിനെ ഇമാലത്തും തർക്കീക്കും ചെയ്ത് ഓതണം. സി. ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. ഡി. അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ഇ. അക്ഷരങ്ങൾ കൂടുതലാക്കൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. അൽ ഹസ്ഫ്. ചരിത്രം ഡി, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. 8. അസിയാദ. ചരിത്രം ഇ, അക്ഷരങ്ങൾ കൂടുതലാക്കൽ. 9. ഉൻലുർ കൈഫ. ചരിത്രം എ, ഹംസത്തുൽ വസലിന് ലൊമ്മ കൊടുത്ത് ഓതണം. 10. മജ്രേഹ വ മുർസാഹ. ചരിത്രം ബി, റായിനെ ഇമാലത്തും തർക്കീക്കും ചെയ്ത് ഓതണം. 11. അൽ ബദൽ. ചരിത്രം സി, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ലാ തഅമന്ന എന്നതിൽ നൂനിന്മേൽ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഷ്മാം. 13. പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഡാഷിലാണ് എഴുതിയിട്ടുള്ളത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖത്തുൻ നസ്ഖിൽ. പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഖത്തുൻ നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. 14. സൂറത്തു യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ ഡാഷ് ഖത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10 തവണ. സൂറത്തു യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. 15. ബിഉസലിസ്മു എന്ന് ഓതുമ്പോൾ ലാമിൻ്റെ ഹർക്കത്ത് ഡാഷ് ആവണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കസർ. ബിഉസലിസ്മു എന്ന് ഓതുമ്പോൾ ലാമിൻ്റെ ഹർക്കത്ത് കസറാവണം. 16. മുകളിൽ സ്വാദിൻ തലയുള്ള അലിഫിനെ ഡാഷ് പറയേണ്ട. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ചേർത്തോതുമ്പോൾ. മുകളിൽ സ്വാദിൻ തലയുള്ള അലിഫിനെ ചേർത്തോതുമ്പോൾ പറയേണ്ട. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 17.
സൂറത്തു ദുആ എന്ന് ഏത് സൂറത്തിൻ്റെ പേരാണ്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. 18. സൂറത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ മുൽക്ക്. 19. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്? ഉത്തരം ആയത്തുൽ കുർസി. 20. തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും വായിക്കുന്ന ഹംസ ഏത്? ഉത്തരം ഹംസത്തുൽ ഖത്അ. 21. മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. ഉത്തരം സൂറത്തു യാസീൻ. 22. ഹംസത്തുൽ വസ്ലിന് തിരിച്ചറിയാൻ മുകളിൽ കാണുന്ന അടയാളമെന്ത്? ഇതാണ് ആ അടയാളം. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. പരിശുദ്ധ ഖുർആനിൽ ഹംസയെ എങ്ങനെയൊക്കെ എഴുതാറുണ്ട്? ഉത്തരം അമറ, വബിറിൻ, മുഅ്മിനൂൻ, ദിഫ്ഉൻ, മാഅൻ. 25. അറബി ഭാഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം നിങ്ങൾ അറബികളെ സ്നേഹിക്കുക, കാരണം ഞാൻ അറബിയാണ്. ഖുർആൻ അറബിയാണ്. സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. 26. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഉത്തരം ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയ്ക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. 27. അറബി ഭാഷയിലെ പ്രധാന ലിപികൾ ഏതെല്ലാം? ഉത്തരം ഖത്തുൽ കൂഫി, ഖത്തുൽ നസ്ഖ്, ഖത്തുൽ റുക്അ, ഖത്തുൽ ഫാരിസി, ഖത്തുൽ ദീവാനി. 28. ആമന റസൂൽ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം ആമന റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അതുതന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. 29. ഖുർആനിലെ എഴുത്തിനുള്ള പ്രധാന 6 നിയമങ്ങൾ ഏതെല്ലാം? ഉത്തരം അൽ ഹസ്ഫ്, അൽ സിയാദ, അൽ ബദൽ, അൽ ഹംസ്, അൽ വസ്ൽ വൽ ഫസ്ൽ. മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബിഇഹ്ദാഹുമാ. 30. ഹംസത്തുൽ വസ്ലിന് ലൊമ്മ നൽകി ഓതണം. എപ്പോൾ? ഉത്തരം ഹംസത്തുൽ വസ്ൽ ഫീലുകളിൽ വരുമ്പോൾ ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ലൊമ്മും നൽകിയാണ് വായിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. സൂറത്തുൽ ഫാത്തിഹ. അപ്പം നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണത്. അസ്സബഉൽ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത്. 32ാമത്തെ ചോദ്യം, ഖവായിദുർ റസ്മിൽ ഉസ്മാനി. അപ്പം നോക്കൂ. 1. അൽ ഹസ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളെ ഒഴിവാക്കിയാണ് എഴുതിയിട്ടുള്ളത്. 2. അസ്സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. ചില പദങ്ങളിൽ അലിഫ്, വാവ്, യാ എന്നിവയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3. അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. 4. അൽ ഹംസ്, ഹംസയുടെ പ്രത്യേക ലിപികൾ. 5. അൽ വസ്ൽ വൽ ഫസ്ൽ, ചേർത്തും പിരിച്ചും എഴുതൽ. ഒരു പദമാക്കി എഴുതേണ്ട കലിമത്ത് ചില സ്ഥലങ്ങളിൽ 2ആയി പിരിച്ചെഴുതിയിട്ടുണ്ട്. പിരിച്ചെഴുതേണ്ട പദങ്ങൾ ചേർത്തും എഴുതിയിട്ടുണ്ട്. 6. മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബിഇഹ്ദാഹുമാ, 2 വിധത്തിൽ ഖിറാഅത്തുള്ള പദങ്ങളെ ഒരേ വിധത്തിൽ എഴുതൽ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.